ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ജ്ഞാനവിജ്ഞാനയോഗം 24-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം അബുദ്ധയ, പരം ഭാവമജാനന്ത മമാവ്യയമനുത്തമം. മലയാളം: വികാരം വിട്ടതിശ്രേഷ്ഠം എൻ ഭാവമറിയാത്തവൻ, അവ്യക്തൻ എന്നെ ഈ വ്യക്തരൂപനായി താനറിഞ്ഞിടും. മമ അവ്യയം അനുത്തമം പരംഭാവം, എൻ്റെ നാശരഹിതവും സർവോത്തമവുമായ പരംഭാവം, എല്ലാറ്റിനും അതീതവുമായ സ്വരൂപത്തെ, അജാനന്ദ അറിയാത്ത, അബുദ്ധയ അവിവേകികൾ, അവ്യക്തം മാം ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിഷയമല്ലാത്ത എന്നെ, വ്യക്തമാപന്നം ശരീരമെടുത്തവനായി മന്യന്തേ കണക്കാക്കുന്നു. അപ്പോൾ സാക്ഷാൽ പരമാത്മാവ് ആരാണെന്ന് അറിയാത്ത മൂഢന്മാർ എന്നാണ് വിളിക്കുന്നത്, അവിവേകികൾ. ഈ വിവേകമില്ലാത്ത ആൾക്കാർ അവർക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ മായയിൽപ്പെട്ട് അലയുകയാണല്ലോ. അപ്പോൾ ഓരോ രൂപം, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടദേവതാ ഉപാസന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ആഗ്രഹങ്ങൾ സബലീകരിച്ച് തരുന്ന ദേവതയാണ് അല്ലെങ്കിൽ ദേവനാണ് എൻ്റെ ഉപാസനാമൂർത്തി എന്നുള്ള രീതിയിൽ നീങ്ങുന്നവർ അവിവേകികളാണ് ശരിക്കും. അവരെന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അവരുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ സാഫല്യം കിട്ടാം, ആഗ്രഹം സബലീകരിക്കാം. അതിനും കാരണം ആരാണ്? ഞാൻ തന്നെയാണ്. ആ ആഗ്രഹം സാഫല്യമാക്കി കൊടുക്കുന്നത് ഞാനാണ്. കാരണം അവർക്ക് ആ മൂർത്തിയിലെങ്കിലും വീണ്ടും വീണ്ടും ശ്രദ്ധ കൂടട്ടെ. അവസാനം ഇതെല്ലാം വിട്ട് ഇതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് നിലകൊള്ളുന്ന ഒരു ശക്തിയുണ്ടെന്ന് അവർ മനസ്സിലാക്കിക്കോളും. അപ്പോൾ അതും ചെയ്യുന്നത് ഞാനാണ്. പക്ഷേ അവിവേകികളായിട്ടുള്ള ആൾക്കാർ അത് അറിയുന്നില്ല. ഞാൻ നാശരഹിതനാണ്, സർവോത്തമനാണ്. ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ അറിയാവുന്നതിനെ നമ്മൾ വ്യക്തം എന്ന് പറയും. അവയ്ക്ക് വിഷയമല്ലാത്തത് എന്താണ്? അവ്യക്തമാണ്. ഏത് വസ്തുവിൻ്റെ ഒരു ചേതന കൊണ്ടാണോ നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ കാണാൻ സാധിക്കുന്നത്, മനസ്സിന് സങ്കല്പിക്കാൻ കഴിയുന്നത്, ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്, അത് ആത്മാവാണ്. അതിന് വിഷയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആത്മാവിനെ അവ്യക്തം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒട്ടും ഈ ഇഷ്ടദേവതാ ഉപാസനം ആഗ്രഹ സബലീകരണത്തിനായതുകൊണ്ട് അതൊട്ടും ശാശ്വതമല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പരമാത്മാവിൽ നിന്ന് മാത്രമാണ് ഈ ഒരു ആഗ്രഹ സാഫല്യം, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥ ശക്തി എന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾ എന്തുകൊണ്ടാണ് പരമാത്മാവിനെ പ്രാർത്ഥിക്കാത്തത് അല്ലെങ്കിൽ ഭജിക്കാത്തത് എന്നുള്ള ഒരു സംശയം വന്നേക്കാം. അപ്പോൾ അതിന് കാരണം ഇതാണ്. നമ്മളെ ഇഷ്ടദേവതാ ഉപാസനയ്ക്ക് ക്ഷേത്രദർശനമൊക്കെയാണ് പറയുന്നത്, അതിലുള്ള പൂജകളൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഫലം കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്ഷേത്രദർശനം എളുപ്പമാണ്, അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത്തിരി വിഷമിച്ചിട്ടാണെങ്കിലും വ്രതം എടുത്തിട്ടും അല്ലെങ്കിൽ മറ്റ് പൂജയ്ക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടും നമ്മൾക്കത് ചെയ്യാനായിട്ട് വളരെ വിഷമമൊന്നുമില്ല, എളുപ്പം തന്നെ ചെയ്യാം. പക്ഷെ പരമാത്മാവിനെക്കുറിച്ച് അറിയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താ കാരണം? ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കണം നമ്മൾ. അത് പറ്റില്ല നമുക്ക്. അതിനോട്ട് ശ്രമിക്കാനും വയ്യ. ചില കുട്ടികളുണ്ടല്ലോ, 100 മാർക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, ക്ലാസ്സിൽ ഫസ്റ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട്, കഴിയുന്നത്ര മാർക്ക് കിട്ടണമെന്നും ആഗ്രഹമുണ്ട്. എല്ലാ കുട്ടികളുടെയും ആഗ്രഹം അല്ലേ? നല്ല ആഗ്രഹം തന്നെ, എല്ലാവർക്കും നല്ല ആഗ്രഹങ്ങൾ വരട്ടെ. അപ്പോൾ അതൊക്കെ ശരിയാണ്. പക്ഷേ ക്ലാസ്സിലുള്ള 1-2 പിള്ളേർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി പഠിക്കുന്നു, അവർക്കത് കിട്ടുന്നു. മറ്റുള്ളവർക്ക് അത് പഠിക്കാനും വയ്യ, പുസ്തകം ഒന്ന് തുറന്നു നോക്കാൻ പോലും വയ്യ. പക്ഷെ ആഗ്രഹത്തിനൊട്ടും കുറവില്ല. അവരെ പോലെ തന്നെ എന്തുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ആവുന്നില്ല
രണ്ടുപേരുടെയും പരിശ്രമം രണ്ടാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും താൽക്കാലികമായിട്ടുള്ളൊരു സാഫല്യത്തിന് വേണ്ടിയിട്ട്, പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടദേവതയെ ഉപാസിക്കുന്നു. നമുക്ക് ചിലപ്പോൾ ഫലം കിട്ടിയെന്ന് വരും. മറ്റേത് പരമാത്മാവിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ആർക്ക് ശ്രമിക്കാൻ വയ്യ. അത്ര അത് അറിയുന്നത് വരെ എന്താണ് പരമാത്മാവെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്താണ് അറിയുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഈ ഇഷ്ടദേവത ഉപാസനം കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അറിഞ്ഞാൽ, കുട്ടികൾ പഠിക്കൂ, എന്നാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ഒരാൾ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയോ രണ്ട് കുട്ടിയെങ്കിലും അതിന് വേണ്ടിയിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കുക. പരിശ്രമിച്ചാൽ എന്തായാലും തീർച്ചയായിട്ടും ഇപ്പോൾ കിട്ടുന്നേക്കാൾ 10 മാർക്ക് കൂടുതലേ കിട്ടുള്ളൂ. ഞാനതെപ്പോഴും പിള്ളേരോട് പറയുന്ന ഒരു കാര്യമാണ്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അതേപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് ഈ പരമാത്മാവിനെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ. ശ്രമിച്ചാലല്ലേ അറിയുള്ളൂ, കിട്ടുമോ കിട്ടില്ലേ, അല്ലെങ്കിൽ അവിടേക്ക് നമ്മൾ എത്തുമോ ഇല്ലയോ എന്ന് ശ്രമിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരെന്നെ എന്തായി കണക്കാക്കുന്നു? വെറും ശരീരമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ശരീരമായിട്ട് കണക്കാക്കുന്നവർ മൂഢന്മാരാണ്, അല്ലെങ്കിൽ അവിവേകികളാണ്. അപ്പോൾ എന്താണ് ഈ പരമാത്മാവിൻ്റെ നിർഗുണഭാവം അറിയാൻ കഴിയാത്തതുകൊണ്ട് മൂഢന്മാർ അവരെ ഉപാസനാമൂർത്തികളായിട്ട് അല്ലെങ്കിൽ വിഗ്രഹമായിട്ട് കരുതുന്നു. അപ്പോൾ നമ്മൾക്കൊരു വിഗ്രഹത്തിനെ ആണെങ്കിൽ പോലും നമ്മൾ ഭജിക്കുന്ന സമയത്ത് നമുക്കൊരു ഏകാഗ്രത കിട്ടുന്നതുകൊണ്ട് അതിനെ ഉപാസിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതൊരു പ്രതീകം മാത്രമാണ്, സത്യത്തിൻ്റെ ഒരു പ്രതീകം മാത്രമാണ്. നമ്മൾ ഒരു വിഗ്രഹത്തിൻ്റെയോ ഒരു ഗുരുവിൻ്റെയോ ഒക്കെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ അത് ദർശിക്കുന്നു. അതോടുകൂടെ എൻ്റെ പണി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കരുത്. അതല്ല, നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ധ്യാനം പരിശീലിച്ച് ഇതെല്ലാം കഴിഞ്ഞ് പല സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് മാത്രമാണ് ആത്മസാക്ഷാത്കാരം നേടുന്നതും ഭഗവാനിലേക്ക് എത്തുന്നതും. മരുന്ന് ഒഴിച്ചു എന്ന് വിചാരിച്ച് മരുന്ന് കുപ്പി മരുന്നാണെന്ന് നമ്മൾ പറയാറില്ല. ഗുരുവിൻ്റെ അറിവാണ് നമുക്കറിയേണ്ടത്, അല്ലാണ്ട് ഗുരു എന്ന് പറയുന്ന ആൾ അത് ഗുരു അല്ലേ, അപ്പോൾ പിന്നെ ഞാൻ വിശ്വസിക്കട്ടെ കണ്ണടച്ച്. അങ്ങനെ അതേപോലെ തന്നെയാണ് വിഗ്രഹം. ആ വിഗ്രഹം ഈശ്വരനാണോ എന്ന് ചോദിച്ചാൽ ഈശ്വര ചൈതന്യം അതിലുണ്ട്, സത്യമാണ്. പക്ഷേ അത് ഒരു കല്ലാണ് അല്ലെങ്കിൽ ഒരു ലോഹമാണ് എന്ന് നമുക്ക് തിരിച്ചറിയണം. ഇതൊന്നുമല്ല ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന, അതാണ് പരമാത്മാവെന്ന് നമ്മൾ പറയുന്നത്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് അത് ഒരു ശക്തിയാണ് ഈശ്വരൻ. അത് മനസ്സിലാക്കാത്തവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഒരു സംശയം വരികയാണ്, എന്തുകൊണ്ടാണ് പരമാത്മാവിനെ എല്ലാവർക്കും അറിയാൻ പറ്റാത്തത്? അത് 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം ന അഭിജാനാതി ലോകോ മാം അജമവ്യയം. മലയാളം: യോഗമായ വൃതജ്ഞാനോ പ്രകാശിക്കില്ലൊരിക്കലും വികാരശൂന്യനാമെന്നെ അറിയുന്നില്ല ലോകരും. യോഗമായ സമാവൃത, യോഗമായയാൽ മറഞ്ഞിരിക്കുന്ന. യോഗമായ 3 ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു: സത്വം, രജം, രജോ ഗുണം, തമോ ഗുണം. ഇത് 3 ഗുണങ്ങൾ കൊണ്ട് മറഞ്ഞിരിക്കുന്ന അഹം സർവസ്യ ന പ്രകാശ, എന്നെ എല്ലാവർക്കും കാണാനായി സാധിക്കില്ല. മൂഢഃ അയം ലോകഃ, മൂഢമായ ഈ ലോകം, അതായത് മൂഢന്മാർ, അജം അവ്യയം മാം ന അഭിജാനാതി, ജന്മവും നാശവുമില്ലാത്തവനായിട്ട് എന്നെ അറിയുന്നില്ല. ഞാൻ ആരാണ്? പരമാത്മാവാണ്. അപ്പോൾ ആ പരമാത്മാവിന് ജനനമില്ല. ജനനമുണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? മരണമില്ല, നാശവുമില്ല. ജനനമില്ല, നാശമില്ല, അതാണ് ഞാൻ. പക്ഷേ അത് അവർക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എല്ലാവർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം, പരമാത്മാവിനെ അറിഞ്ഞാലല്ലേ അതിലേക്ക് എത്താൻ ശ്രമിക്കുള്ളൂ. അതറിയാത്തതിൻ്റെ കാരണം എന്താണ്? ഈ ഗുണങ്ങൾ 3 കൂടിയിട്ട് നമ്മളെ വട്ടം തിരിക്കുകയാണ്, മായയിലിട്ട് വട്ടം തിരിക്കുകയാണ്. അതാണ് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് അത്, അല്ലേ? എന്തുകൊണ്ടാണ് എല്ലാവരും പരമാത്മാവിനെ അറിയാത്തത് എന്ന്. അപ്പോൾ അജനാണ്, അവ്യയനാണ് പരമാത്മാവ്. അത് എന്നെ അറിയാത്തതിന് കാരണം ഈ മായ, അതായത് നേരത്തെ പറഞ്ഞ ത്രിഗുണാത്മികമായ മായ എന്നെ മറച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മൂഢന്മാർ അറിയാത്തത്.
അപ്പോൾ നമ്മൾ ഈ ആത്മീയതയൊക്കെ നേടി പരമാത്മാവിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിപരമായിട്ട് അല്ല ശ്രമിക്കേണ്ടത്, ആത്മീയപരമായിട്ട് ആത്മനിഷ്ഠാപരമായിട്ട് വേണം സമീപിക്കാൻ. അപ്പോൾ മായ എന്താണ് മായ എന്നുള്ളത് മനസ്സിലാവും. ആ മായയെ ഒഴിവാക്കിയിട്ട് നമുക്ക് പരമാത്മാവിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. ചിലപ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാവുമല്ലേ, ആത്മീയതയോ അതൊക്കെ വയസ്സായിട്ട് പോരെ, എല്ലാ സുഖങ്ങളും ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സുഖങ്ങളും ദുഃഖങ്ങൾ അധികം ആഗ്രഹിക്കുന്നില്ല ആരും, എന്നാലും വരും. എന്ത് ആത്മീയതയിലേക്ക് തിരിയാൻ ഇപ്പോൾ പെട്ടെന്ന് തന്നെ തിരിയണം, അങ്ങനെ ഒരു ചെറിയ സംശയം വരും. വയസ്സായിട്ട് പോരെ, ജീവിതമൊക്കെ ആസ്വദിക്കുക എന്ന്. അങ്ങനെ എന്താണ് ആത്മീയത? അങ്ങനെ അവസാനമാകുമ്പോൾ കുറച്ച് ഭഗവത്ഗീത വായിക്കുക, നാരായണീയം വായിക്കുക, അല്ലെങ്കിൽ മറ്റ് ഭഗവാന്റെ സ്തുതികൾ പാടുക, അതല്ല ആത്മീയത. എന്താണ്? നമ്മളുടെ ആഗ്രഹങ്ങൾ മുഴുവനും കളഞ്ഞ്, ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിനെ ക്ലിയറാക്കിയിട്ട് ശുദ്ധീകരിച്ച് എടുക്കുകയാണ് ആത്മീയത. അപ്പോൾ ആ ആത്മീയതയിലേക്ക് പ്രവേശിക്കാൻ ചെറിയൊരു മടി നമ്മൾക്കുണ്ടാവും. കാരണം എന്താണ്? ഇതെല്ലാം ഒഴിവാക്കണം അല്ലേ, ഒന്നാമത്തെ കാര്യം. ഇതെല്ലാം ഒഴിവാക്കണം, വേറെ ഒന്നിലേക്ക് പ്രവേശിക്കണം. അതിനൊരു ധൈര്യം നമ്മൾ കാണിക്കണം. രാത്രി ഇരുട്ടത്ത് കയറ് കണ്ടു, അത് അനങ്ങുന്ന പോലെ തോന്നുന്നു, അത് പാമ്പായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ടോർച്ചടിച്ച് അതിൻ്റെ അടുത്തൊന്ന് ചെന്ന് നോക്കണം, അത് അനങ്ങുന്നുണ്ടോ നീങ്ങുന്നുണ്ടോ എന്ന്. അങ്ങനെ ചെന്ന് നോക്കാനുള്ള ഒരു ധൈര്യം വേണം. അതേപോലെ ഇതെന്താണ്, ഈ പരമാത്മാവിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാനുള്ള ഒരു ധൈര്യം വേണം. എന്ത് വിട്ടിട്ട്? നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം വിട്ട് അതിലേക്കൊന്ന് ഇറങ്ങി നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളൊന്ന് പഠിച്ച് നോക്കണം, എന്നാലല്ലേ അറിയുള്ളൂ മാർക്ക് കിട്ടുമെന്ന്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ 3 ഗുണങ്ങളും ഒക്കെ ഒഴിവാക്കി. ഇപ്പോൾ ഈ 3 ഗുണങ്ങൾ എങ്ങനെയാണ്? നമ്മൾ പ്രസവത്തിൽ കൂടെ ഒരു സൂര്യരശ്മി കടന്നു പോവുകയാണെങ്കിൽ സപ്തവർണ്ണങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ, വിബ്ജിയർ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഒന്ന് പലതായിട്ട് കാണുകയാണ്. ആ പല നാമങ്ങളിലെ പല രൂപങ്ങളിലെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മൾ ചെയ്യുന്ന വിഗ്രഹാരാധന. അപ്പം ഈ രജോ ഗുണം നമ്മുടെ മനസ്സിൽ ഒരു വിക്ഷേപം സൃഷ്ടിക്കുന്നു, തമോ ഗുണം ബുദ്ധിയിൽ ഒരു ആവരണം സൃഷ്ടിക്കുന്നു. ഇത് രണ്ടും കൂടിയിട്ടാണ് നമുക്ക് എന്താണ് അന്തരാത്മാവിനെ അറിയാനായിട്ട് സാധിക്കാത്തത്. അതെല്ലാം നീക്കിയാൽ ആ മായ കൊണ്ടുള്ള മറ നീക്കണം. ആ മറ നീക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, പലതരം സാധനകൾ വഴിയാണ് അത് നീക്കുന്നത്. അത് നീങ്ങിക്കഴിഞ്ഞാൽ ആരെ മനസ്സിലാവും? എൻ്റെ രൂപം മനസ്സിലാവും. അജനാണ്, അവ്യയനാണ്, അങ്ങനെയുള്ള എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ആഗ്രഹങ്ങളുണ്ട്, എപ്പോഴും മനസ്സിലെപ്പോഴും ആഗ്രഹങ്ങളുണ്ട്, നിരാശകളുണ്ട്, എപ്പോഴും ഭയമാണ്, എല്ലാ കാര്യത്തിനും ഭയം തന്നെയാണ്. ആശങ്കകൾ കൊണ്ട് അസ്വസ്ഥമാണ് നമ്മുടെ മനസ്സ്. ഒരു നിമിഷ നേരം പോലും നിശ്ചലമായിട്ട് നിലകൊള്ളാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്ക് ആത്മസ്വരൂപത്തെ അറിയാനും കഴിയില്ല. അതുകൊണ്ടാണ് മൂഢന്മാർ എന്നെ അറിയാത്തത്. അതെല്ലാം നീക്കി നോക്കൂ. അതെല്ലാം നീക്കി നോക്കിയാൽ മെല്ലെ എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് 25ാമത്തെ പദ്യത്തിൽ പറഞ്ഞത്. ഇനി 26ാമത്തെ ശ്ലോകമാണ്, അതടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.